എന്റെ തിരുമുൽപ്പാട്, ഞാൻ ഈ ഓടുന്ന ഓട്ടം നേർക്ക് നേരെ ഓടുകയാണ്. ഇപ്പൊ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും. രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് മരമൂന്തനും ഒരു സ്മൈലാ. വൈകുന്നേരം ഇത് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴോ നീർനായന്റെ അടുക്കല്ലേ മുങ്ങണത്. അങ്ങനെയുള്ളവരെ പിടിക്കാനല്ലേ എന്റെ കരിമ്പായി മിടുക്കന്മാരായ രണ്ട് അൽസേഷന്മാര്. 10 ഓംലെറ്റല്ലേ രണ്ടാൾക്കും. ദോശ എത്ര വെച്ച് വേണ്ടി വരും? അതും കൂടെ ഒരു പോപ്പത്ത് വേണേ പിന്നെ ഒരു ചോദിച്ചോളല്ലോ. ഇവറ്റകൾക്ക് തീറ്റ കൊടുത്ത് നിങ്ങൾ മുടിയല്ലോ കരിമ്പായി. ഇവരെ മുമ്പിലെടുത്താൽ ഞാൻ ഒരു നോക്കിച്ച് കൂട്ടാൻ രണ്ടെണ്ണത്തിനെയും അല്ലാണ്ടെന്തൊരു കൊള്ളാം. കഴുതകളാണ് രണ്ടും. എന്നാലും നന്ദിയുണ്ട്. ഞാനെന്ന് വെച്ച ജീവനാണ് ഇവറ്റകൾക്ക്. എന്തിന് എന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരിക്കാൻ ഇവര് സമ്മതിക്കൂല. സാരമില്ല കരിമ്പായി, അവര് സ്നേഹം കൊണ്ട് ചെയ്തല്ലേ. ഞാൻ കുറച്ച് പിണ്ണതൈലം തരാം, അത് പെരട്ടി ഒഴിഞ്ഞാ മതി. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് പിന്നല്ലാതെ കരിമ്പായി അവൻ അങ്ങനെ വിട്ടാ ശരിയാവില്ല. പുസ്തകം വെക്കണോ? കരിമ്പായി എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോ? അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കുറെ കാലായി നീ എന്റെ കണ്ണും വെട്ടിച്ച് നടക്കുന്നു. അയ്യോ, ഞാനും 2 ദിവസമായിട്ട് കരിമ്പായി അന്വേഷിച്ച് അടക്കായിരുന്നു. അല്ലേ വിഷ്ണു? വിഷ്ണു, നിനക്ക് ഇന്ന് കടം തന്ന രൂപ ഇങ്ങ് തിരികെ തന്നേരെ. കരിമ്പായുടെ കടം അങ്ങ് തീർത്തേക്കാം. ഏത് രൂപ? ഇന്ന് രാവിലെ ഞാൻ. എടാ രാജേന്ദ്ര, വിളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ്. നീ തരാനുള്ള കാശ് തരില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ആദ്യം ഒന്ന് വിടാൻ പറയവരോട്. ചോടോ. നീ ഇവിടെ ആർക്കൊക്കെ കാശ് കൊടുക്കാൻ ഇല്ലാത്തതുണ്ട്. ഇവിടുന്ന് തന്നെ എന്റെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വസൂലാക്കിയുള്ള കരിമ്പായി. നാണം ഉണ്ടോ നിനക്ക്? എല്ലാവരെയും നക്കാപ്പിച്ച കാശ് മേടിച്ചാ സേട്ടുവിന്റെ മാളുടെ മുമ്പിൽ ആളാവേണ്ട വല്ല കാര്യമുണ്ടോ? ചിരിക്കല്ലേ. എടാ ഇലനക്കി നായയുടെ കിരിലക്കി നായ വരുത്. വെക്കട പൈസ. മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? അത് മാത്രം പറയരുത്. ഞാൻ മലയാളിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം കാശ് തിരികെ തരും. തുമാരാ കാശ് വാപ്പസ് ദേഗാ, തുമാരാ പൈസ ദേഗാ, തുമാരാ പൈസ ദേഗാ और തുമാരാ ഭീ ദേഗാ. എനിക്ക് ഒരു നല്ല കാലം വരും. ഏക് ദിൻ ഹം ബബ്ബെ കാ രാജാ ബനേഗാ. ഇന്ന് ചെലവ് കരിമ്പായുടെ വക ആയിക്കോട്ടെ. എല്ലാവർക്കും ഒരു ആംലെറ്റ് അടിക്കുന്നതിന് എന്നാ ഡബിൾ ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു തമാശ അല്ലേ കരിമ്പായി? എനിക്ക് സീരിയസാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേയ് തേയ് തിതി തേയ്. നേരത്തെ പറഞ്ഞില്ലേ കാല് പുറകോട്ട് വെച്ചിട്ട്? അത് തേയ് തേയ് തിതി തേയ്. ചേച്ചി ഒന്ന് കാണിച്ചതാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേയ് തേയ് തിതി തേയ്. എന്താടാ പൊട്ട? फिर उसके बाद कुमार सानू का हिंदुस्तानी म्यूजिक कंसर्ट. वाह वाह, जवाब नहीं. बहुत मजा आया. और तीसरा प्रोग्राम था उषा उदुप का वो वेस्टर्न म्यूजिक, एकदम फर्स्ट क्लास. That I love him so, he went away. Excuse me. ബോറടിക്കണ്ടല്ലേ? നീ എന്തായി ഫസ്റ്റ് ലൈൻ കഴിക്കാത്ത? മധുരയില്ലേ? നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞു തോലക്ക്. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളത്. വെയിറ്റ് ചെയ്യ്, ഒരു മാറ്റർ ഉണ്ട്. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായല്ലോ. ആയല്ലോ, ഒരു 1/2 മണിക്കൂറുണ്ട്. ഒരു അർജന്റ് മാറ്റർ ആണ്. നിന്റെ സഹായം എനിക്ക് കൂടിയേ കഴിയൂ. വെയിറ്റ് ചെയ്യ് പ്ലീസ്. By the by, you like cricket? Yeah. How about you? Me too. I like cricket very much. Cricket तो मेरे लिए जिंदगी है. वो कल का क्रिकेट मैच टीवी पे देखा? हाँ. वाह वाह, कपिल देव का जवाब नहीं था. क्या मार रहा है यार. हमसे पूछेगा तो हम बता देंगे कपिल देव सबसे अच्छा प्लेयर है. कपिल देव का क्या बैटिंग है, क्या बॉलिंग है, क्या फील्डिंग है. सब और कुछ चाहिए? नहीं बिल लाओ. Excuse me, एक मिनट. നിനക്ക് ബോറടിക്കില്ലല്ലോ? രാജേന്ദ്ര വെറുതെ മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കരുത്. മാറ്റർ എന്താന്ന് വെച്ചാ പറ. ഇനി മാറ്റർ പറയാറായി. ഒരു മിനിറ്റ്. दे दो. नहीं, आज मेरा ट्रीट है. बाप रे, मेरा पर्स किधर गया? ओ, പറഞ്ഞോല അവന്റെ കൊടുത്തല്ലോ. क्या? मैं पर्स उसको दिया था. एक मिनट. നിന്റെ മാറ്റർ എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അളിയാ ചതിക്കരുത്, എന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഇപ്പൊ എന്റെ പൈസ ഇല്ലായിരുന്നു. നീ എന്ത് അവിടുന്ന് വരാൻ ഇറങ്ങുമ്പോ നീ കാശെടുത്ത് പോക്കറ്റിൽ ഞാൻ കണ്ടല്ലോ. ആ എമൗണ്ട് കണക്കാക്കിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്ലീസ് ചവിട്ടോ ഇടിക്കോ തൊടിക്കോ എന്ത് വേണോ ചെയ്തോ, പക്ഷെ തൽക്കാലം പ്ലീസ്. നക്കി നാറി നായേ, അതെല്ലാം ഞാനാണ്, സമ്മതിച്ചു. താങ്ക്സ്.
हाँ, ये बिल का अमाउंट और ये 10 रुपया तुम्हारा टिप, യുവർ ടിപ്പ്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ 2 ചവിട്ടി പുറത്താക്കി ഞാൻ. ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ സുഹാര? 10 രൂപ ടിപ്പ് കൊടുക്കണം. ഇവരാരാ? ദുബായ് ഷേഖിന്റെ മോനോ? ആ കാശ് കൊണ്ട് ഞാൻ 3 നേരം ലാവിഷായിട്ട് ചാപ്പാടിക്കും. നീ നൊക്കെയാണെന്ന് വെച്ച് എനിക്കും അങ്ങനെ ആവാൻ പറ്റുമോ? അതും അതേപോലെ ഒരു സിറ്റുവേഷനില് ഊസിയ കാശ് കൊണ്ടല്ലടാ നീ. നിങ്ങൾ രണ്ടും കൂടെ എന്നെ അങ്ങോട്ട് കൊല്ല്. അന്യ നാട്ടിൽ വന്ന് കിടന്നിട്ട് ഓഫീസിൽ നിന്ന് അവിടെയുള്ള സമാധാനം ഇവിടെ വന്ന ഇട ഞാൻ എന്ത് പഠിച്ച്? ഈ തെണ്ടി പ്രേമിക്കുന്നതിന് ഞാൻ കാശ് നോക്കേണ്ട കാര്യം എന്താ? നിനക്കറിയോ ഇവന് എനിക്ക് എത്ര കാശ് തരാനുള്ളതെന്ന്? ഇവനെന്താ ശമ്പളം കിട്ടുന്നില്ലേ? കിട്ടുന്ന കാശ് മുഴുവൻ പെർഫ്യൂമും പാന്റും ഷർട്ടും മേടിച്ച് ചുപ്രയോ? ഒരു ഡ്രൈവർക്ക് ചേർന്ന വേഷമാണ് അവന്റെ. എന്റെ തൊഴിൽ തൊട്ട് കളിക്കരുത്. നിങ്ങളെ പോലെ ഒരു ഡിഗ്രി എനിക്കില്ലാതായി പോയി. അല്ലെങ്കിൽ ഞാൻ ഈ ബോംബെ വിലയ്ക്ക് വാങ്ങിച്ചത്. കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ അഷ്ടിമുഷ്ടി കഴിഞ്ഞു കൂടുക. പോരാത്തന് അച്ഛന് കേസ് നടത്താൻ മാസം മാസം നാട്ടിലേക്ക് മണി ഓർഡർ വേറെ. ഇവൻ ഇതിന്റെ ദണ്ണം വല്ല അറിയോ? നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു. ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട്, എനിക്കറിയാം. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ, അല്ലേ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കടാ. മര്യാദക്ക് എനിക്ക് തരാനുള്ള കാശ് മുഴുവൻ തന്നോണം. നിന്റെ കാശ് പലിശ സഹിതം ഞാൻ മടക്കി തരും. മടക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വിളിച്ചാൽ സേട്ടുവിന്റെ മകൾ എന്നോടൊപ്പം വരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായി അങ്ങേരെന്നെ അംഗീകരിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ മുതലാളിയായി മാറില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് നിന്റെ പൊസിഷൻ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? എന്താ സംശയം? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. അനുഭവിച്ചേ പറ്റൂ. സിഗരറ്റ് ഉണ്ടോ കയ്യില്? എന്റെ ഒരു 10 രൂപ എടുത്ത്. സുധാര, പണം ഇന്ന് വരെ നാളെ പോവും. പക്ഷെ നമുക്ക് വലുത് പണമാണ്. എടാ, ഞാൻ ഇല്ലണ്ട് മേടിക്കാൻ വെച്ചിരുന്ന കാശാണത്. ഹലോ, ഇന്ന് ഞായറാഴ്ച ഓഫീസിലോ? പിന്നെ അങ്ങോട്ട് രാമേട്ടന്റെ വീട്ടിലേക്കാ. ഞാനും അങ്ങോട്ടേക്കാ. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? അതൊന്നും ഒന്ന് നോക്കിയേ. എന്തിനാന്ന്? അങ്ങോട്ടൊന്നും ഒന്ന് നോക്കാൻ. അച്ഛനിപ്പോ വരാം, ഒന്ന് തിരിക്കില്ലേ? ദേ കണ്ടോ, രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള വരവ് കണ്ടോ? അതെന്താ, അവർക്ക് ഒരുമിച്ച് വരാൻ പാടില്ലേ? അതല്ലെന്നേ, നല്ല ചേർച്ച. അത്രക്ക് ചേർച്ചയുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നണില്ലല്ലോ. നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നൂലല്ലോ. നല്ല കാര്യങ്ങളൊക്കെ നിന്റെ തലേന്നുള്ള പൊട്ടി മുളയ്ക്കണത്. അതാണല്ലോ എന്റെ ഈ വിജയരഹസ്യവും. അതെ, വിഷ്ണുവിനെ കൊണ്ട് നമുക്ക് അരുന്നതേ കല്യാണം കഴിപ്പിച്ചാലോ? അതെ, അത് നീയും ഞാനും തീരുമാനിക്കേണ്ട കാര്യമല്ല. രണ്ടുപേർക്കും കാരണവന്മാരുണ്ട്, അവരായിക്കോളും. അയ്യോ, ഞങ്ങൾ ഒന്നിച്ചല്ല വന്ന്. ഞാനിന്ന് ഓഫീസ് അവധിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് രാമേട്ട കാണാലോ എന്ന് വിചാരിച്ച് ബസ്സിൽ വന്നപ്പോ ഞാൻ വന്നപ്പോഴാണ് ഈ കുട്ടികളിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങളെ. ആ, ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ വരുമ്പോൾ കണ്ടതാ. അപ്പൊ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനും ഒന്നിച്ച് വന്നു. സിന്ധുവിന് അല്ല, തനിക്ക് ഡാൻസ് പഠിക്കേണ്ട കാര്യം ചേച്ചി പറഞ്ഞിരുന്നല്ലോ. ആ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് പഴയ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങൾ പറഞ്ഞു വന്നേ. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്. പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? അമ്മ എപ്പോഴും വഴക്ക. ആഴ്ചയിൽ ഒരു കത്തെങ്കിലും എഴുതി കൂടെന്ന് പറഞ്ഞു. ആഴ്ചയിൽ ഒന്ന് പോയിട്ട് മാസത്തിൽ ഒന്ന് പോലും. സത്യത്തിൽ എന്നെ കൊണ്ട് പറ്റില്ലേ ബോറ് പരിപാടി. എടാ, നീ ഇത് എത്ര എഴുതും? എന്നും കാണുന്നുണ്ടല്ലോ. ദിവസത്തിൽ മിനിമം ഒരു കത്ത്. അതാണ് അവളുടെ ഒരു കണ്ടീഷൻ. എന്റെ അമ്മയെ ദിവസേന ഓരോ കത്തോ? എനിക്കും ഇഷ്ടമായി എഴുതാൻ. വൈഫിന്റെ പ്രധാന ജോലി പോസ്റ്റ്മാനെ കാത്തു നിൽക്കല. അന്യ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുമ്പോ നമുക്ക് ഇതല്ലേ ഉള്ളു വിഷ്ണു ഒരു ആശ്വാസം. എന്നാൽ എന്താടാ ഇത്രയൊക്കെ എഴുതാൻ? കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആവുമ്പോ തനിക്കും എന്റെ സെന്റിമെന്റ്സ് മനസ്സിലാവും. എങ്ങോട്ടേ തള്ളണേ? കളിക്കരുത്. എന്റെ കട്ടിലേ കിടന്നിട്ട് എങ്ങനെ തന്നെ ചവിട്ടി പുറത്താക്കുന്നുടാ ശോഭമേ. എടാ, ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെ കള, അവൻ നന്നാവൂല. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സും ഇല്ലാതെ
ഒറ്റത്തടി അങ്ങനെ കഴിയതിൽ വല്ല അർത്ഥമുണ്ടോ? എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നാൻ? ഇനിയിപ്പോ ഒരു കല്യാണം കഴിക്കുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ? വല്ലതും ഒത്തു വന്നിട്ടുണ്ടോ? ഒത്തുവരും. എന്റെ കാര്യമൊക്കെ ഭാര്യക്ക് എഴുതാറുണ്ടല്ലോ അല്ലേ? പിന്നെ എങ്കിൽ ഇതും കൂടി എഴുതിക്കോ. വിഷ്ണുവിന്റെ ജീവിതത്തിൽ സുപ്രധാനമായൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ആരാ കക്ഷി? സമയമുണ്ട്, പറയാം. താൻ കുറെ നേരമായാലും മുക്കി മൂടി നടക്കാൻ തുടങ്ങിയിട്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ രാമേട്ട, അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എനിക്ക് വേറെ പണിയുണ്ടോ? ഞാൻ പറയട്ടെ. വല്ല വെടിപ്പേരക്ക് തീ പിടിച്ച കാര്യോ ബസ് പറഞ്ഞ കാര്യം വെച്ചാ പറയണ്ട. അതല്ല രാമേട്ട. രാമേട്ട കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലായി? ഇതറിയാനെ താൻ എന്നെ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടുവന്നത്? ഒന്ന് അറിഞ്ഞിരിക്കാനെന്നേ. 15 കൊല്ലായി. ഇപ്പൊ രാമേട്ടൻ എത്ര വയസ്സായി? 54. അയ്യോ, അപ്പൊ 39ാമത്തെ വയസ്സിലാണ് രാമേട്ടൻ കല്യാണം കഴിച്ചത്? അതൊരു ലേറ്റ് മാരേജ് ആയിരുന്നു രാമേട്ടൻ തോന്നണില്ലേ? എനിക്കിപ്പോ അങ്ങനെ തോന്നണില്ല. അങ്ങനെയാണ്. 27-നും 30-നിടയ്ക്ക് ആണുങ്ങളായ കല്യാണം കഴിച്ചിരിക്കണം. അതാണ് എന്റെ കറക്റ്റ് പ്രായം. വാരേ 30ാമത്തെ വയസ്സിലേ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുകയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുന്നുള്ള വാശിയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ 27ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാം അല്ലേ രാമേട്ട? എന്താ തനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ കാര്യ. എടോ, താൻ വാല് പൊക്കണം കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. അല്ല, വീട്ടില് ഞാനാണേ മൂത്ത മകൻ. അപ്പൊ അമ്മ എപ്പോഴും പറയും. അതിന് ഞാനിപ്പോ എന്താ ചെയ്തു തരേണ്ടത്? രാമേട്ടൻ തെറ്റിദ്ധരിക്കൊന്നുമില്ല. രാമേട്ടന്റെ വീട്ടിൽ ഇടയ്ക്ക് വരാറുള്ള പെൺകുട്ടിയില്ലേ, അരുന്ധതി, നല്ല കുട്ടിയാ, നല്ല സ്വഭാവം. രാമേട്ടനെ ചേച്ചിയും കൂടി വിചാരിച്ച എനിക്കിഷ്ടം. എടോ, താൻ എന്നെ കുറിച്ച് എന്താ ധരിച്ചേ? എനിക്കും ഭാര്യയ്ക്ക് എന്താ കല്യാണ ബ്രോക്കർ പണിയാ? നല്ല പയ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ കയറ്റിയിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന കുട്ടിയാടോ അത്. ആ കുട്ടി എവിടെ കിടക്കണു, താൻ എവിടെ കിടക്കണു? ആ കുട്ടിയുടെ തറവാട് എന്താ, അന്തസ് എന്താ? ഇനി ഞാനൊന്ന് പറയട്ടെ, താൻ ഞെട്ടൊന്നും വേണ്ട. മാസം 30,000 രൂപ ശമ്പളം വാങ്ങുന്ന മണി പോലുള്ള ചെറുക്കനായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്നിട്ട് വൃത്തിയോട് പറയാ. എന്താ താനൊന്നും മിണ്ടാത്തെ? നാവിറങ്ങിപ്പോയോ? സോറി, ഞാൻ ഒരബദ്ധം. ഞാനിങ്ങനെ പറഞ്ഞായിട്ട് ചേച്ചിയോ കുട്ടിയോ അറിയരുത്. സോറി. തനിക്ക് ആ കുട്ടിയെ അത്രക്ക് ഇഷ്ടമായോ? കല്യാണം കഴിക്കുന്ന അത്രക്ക് മോഹമുണ്ടോ? പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ? കഴിച്ചൂടെ? രാമേട്ടൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പലതും പറയും. എടോ നാണല്ലാത്തോനെ, ഇത്രയും കാലമായിട്ട് തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കടോ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ? അടുത്ത ചിങ്ങത്തിലായല്ലോ. അയ്യടാ, അപ്പൊ ആ കുട്ടിയുടെ സമ്മതം വേണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ എന്താ ചേച്ചി മറുപടി പറയാ? നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ചേട്ടനും എനിക്കൊക്കെ കൊള്ളാമെന്ന് തോന്നി. ഇങ്ങനെ ഒരു തോന്നല് തന്നെ ഇതുവരെ മനസ്സിലുണ്ടായിട്ടില്ല. ഇനി തോന്നാലോ, അതിനുള്ള പ്രായമൊക്കെ ആയിരിക്കുന്നു അരുന്ധതിക്ക്. വേണ്ട ചേച്ചി, ഉടനെ ഒരു കല്യാണം ശരിയാവില്ലത്. എപ്പോഴായാലും വേണം. നാടും വീടും വിട്ട് അന്യ നാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് കഴിയുമ്പോ കൂട്ടിനൊരു ആൺതുണ ഉണ്ടാകുക എന്ന് പറഞ്ഞാ അതല്ലേ അരുന്ധതി ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാം കൊണ്ടും വിഷ്ണു കുട്ടിക്ക് ചേരുകയും ചെയ്യും. വീട്ടിലെ ഇപ്പോഴത്തെ പരിതസ്ഥിതി ആലോചിക്കുമ്പോ എന്റെ ശമ്പളം കൂടി അയക്കുന്നതുകൊണ്ട് അവിടെ പണത്തിന് കുറച്ച് ഞെരുക്കം കാണും. ആദ്യം കവിഞ്ഞൊന്നുമില്ലല്ലോ. അച്ഛൻ മരിക്കുമ്പോ കുറെ കടം ഉണ്ടായിരുന്നു പല വകയിലായിട്ട്. അതിനിയും ബാക്കി കിടപ്പുണ്ട്. അതിനിടയില് പ്രാരാബ്ദം ഒഴിഞ്ഞിട്ട് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കുട്ടിയെ. ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം. അമ്മയും കുട്ടിയമ്മയൊക്കെ ഉള്ളപ്പോ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ തീരുമാനമൊക്കെ നമുക്ക് പിന്നെ അറിയാം. കുട്ടിക്ക് ഇഷ്ടമാണോ ഇല്ലയെന്ന് പറ. അത് ചേച്ചി പറ കുട്ടിയെ. ആ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിയാണ്ട് ഈ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിഞ്ഞാ മതി.